നമസ്കാരം, എല്ലാവർക്കും PSC സ്റ്റഡി നോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC പരീക്ഷകളിൽ മുൻവർഷങ്ങളിൽ ചോദിച്ച ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: താഴെ തന്ന പേരുകളിൽ നിന്നും 2025 ഊർജ്ജതന്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ജോൺ M. മാർട്ടിനസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ ഏതാണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത്? ഒന്നുകൂടെ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ ഏതാണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, EOS 09 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. DRDO രൂപീകരണത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ സാങ്കേതിക വികസന സ്ഥാപനങ്ങളെ ലയിപ്പിച്ചാണ് DRDO രൂപീകരിച്ചത്. അത് ശരിയാണ്. DRDOയിൽ ലയിപ്പിച്ച സ്ഥാപനങ്ങളിലൊന്നാണ് ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി? ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 2023 ഓഗസ്റ്റ് 23-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചതും കര, കടൽ, ആകാശം എന്നിവയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്നതുമായ മിസൈൽ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബ്രഹ്മോസ് ആണ്. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചതും കര, കടൽ, ആകാശം എന്നിവയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്നതുമായ മിസൈൽ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബ്രഹ്മോസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 ഫെബ്രുവരി 17-ന് വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിൻ്റെ പ്രധാന ഉപയോഗം എന്താണ്? 2025 ഫെബ്രുവരി 17-ന് വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിൻ്റെ പ്രധാന ഉപയോഗം എന്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാലാവസ്ഥാ നിരീക്ഷണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളരിമീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പോളറിമെട്രി സാങ്കേതിക വിദ്യ വഴി എക്സ്പോസാറ്റിന് പഠന വിധേയമാക്കാൻ കഴിയാത്ത ആകാശ വസ്തുക്കൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, എക്സോ പ്ലാനറ്റുകളും ധൂമകേതുക്കളും. ബാക്കിയെല്ലാം പഠന വിധേയമാക്കാൻ കഴിയുന്നവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2005 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിക്കപ്പെടുന്നത്? ഒന്നുകൂടെ നോക്കാം. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2005 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മിഷൻ സുദർശൻ ചക്ര. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്.